സോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മണപ്പുറം സിവിൽ സർവീസ് അക്കാദമി. സോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ്. അതായത് റെസിഡൻഷ്യൽ ക്യാമ്പസ്. കാംബ്രിഡ്ജിനും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിക്കും ഒക്കെ മുന്നേ തന്നെ നമ്മുടെ നാട്ടിൽ, അതായത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു യൂണിവേഴ്സിറ്റി ദാറ്റ് ഈസ് റെസിഡൻഷ്യൽ ക്യാമ്പസ് ഉണ്ടായിരുന്നു. സോ ആ യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം 10,000-ഓളം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും, കൊറിയ, ചൈന, ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ സ്റ്റുഡൻസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒഴുകിയെത്തിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ 10,000-ഓളം സ്റ്റുഡൻസും 2,000-ഓളം ഫാക്കൽറ്റീസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആര്യഭട്ടനെ പോലുള്ള ആളുകൾ അടക്കം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടുത്തെ ഫാക്കൽറ്റീസ് ആയിരുന്നു എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയപ്പെടുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് നൺ അതർ ദാൻ നളന്ദ യൂണിവേഴ്സിറ്റി. അപ്പോൾ 5-ാം നൂറ്റാണ്ടിലാണ് എന്ത് ചെയ്യുന്നത്, നളന്ദ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുന്നത്, പണി കഴിപ്പിക്കുന്നത്. സോ ഗുപ്ത സാമ്രാജ്യത്തിലെ രാജാവായ കുമാരഗുപ്ത I ആണ് എന്ത് ചെയ്യുന്നത്, ഈ നളന്ദ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുന്നത്, പണി കഴിപ്പിക്കുന്നത്. പിന്നീട് 12-ാം നൂറ്റാണ്ടാവുമ്പോഴത്തേക്കും ബക്തിയാർ ഖിൽജിയുടെ പടയോട്ടത്തിൽ എന്ത് ചെയ്യുന്നു, ഈ നളന്ദ യൂണിവേഴ്സിറ്റി ബേൺഡ് ഇൻ ടു ആഷസ്. ദാറ്റ് മീൻസ് കത്തി നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മില്യൺസ് ഓഫ് മെറ്റീരിയൽസ്, ദാറ്റ് മീൻസ് പുസ്തകങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതെല്ലാം എന്ത് ചെയ്തു, ചാരമാക്കപ്പെട്ടു. അപ്പൊ ആ ചാരത്തിൽ നിന്നും ഇപ്പൊ എന്ത് ചെയ്തു, നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്തു, പുതിയ ഇനീഷ്യേറ്റീവ്സ് പ്രകാരം എന്ത് ചെയ്തു, റിവൈവ് ചെയ്ത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പൊ 10 കിലോമീറ്റർ അടക്കം വിസ്തീർണമുള്ള ഒരു ക്യാമ്പസ്, റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, നളന്ദ എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, സോ ദ വേർഡ് മീനിങ് ഇസ് എന്താണ്, ഒരിക്കലും നോളജ് ഷെയറിംഗ് എന്ന് പറയുന്നത് എന്ത് ചെയ്യരുത്, അൺഎൻഡിങ് ആണ്, അത് നിർത്തരുത് എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഓക്കെ, സോ താങ്ക് യു.